അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ട്. ഓക്കേ. ഓക്കെയാണ്, ഓക്കെയാണ്. നിങ്ങളെ പേരെന്തായിരുന്നു? ഫൈറൂസ്. ഓക്കെ. എവിടുന്നായിരുന്നു? ഞാന് കാലിക്കറ്റ് എയർപോർട്ടിന്റെ അടുത്തുനിന്ന് മലപ്പുറം. ഓക്കെ, മാഷാ അല്ലാ. എന്താണ് വർക്ക് വീട്ടിൽ തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ ടീച്ചറാണ്. ഓക്കെ, മാഷാ അല്ലാ. എവിടെയാണ്? ഞാൻ ഇവിടെ അടുത്തുള്ള സ്കൂൾ തന്നെയാണ്, CBSE സ്കൂളിൽ. ഓക്കെ. സബ്ജക്റ്റ്? മാത്സ് ആണ്. ഓക്കെ, ഓക്കെ. ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെങ്ങനെയാണ് നമ്മുടെ പീസ് റേഡിയോ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞത്? ഞാൻ പീസ് റേഡിയോ നേരത്തെ പരിചയമുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാറുണ്ട്. സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളല്ലെങ്കിലും. ഓക്കെ, അപ്പോൾ ആ അങ്ങനെ നോക്കിയതിൻ്റെ ഇടയിൽ കണ്ടതാണ്. ഓക്കെ, ഓക്കെ. മാഷാ അല്ലാ. എന്താണ് പഠനം നടന്ന് മുന്നോട്ട് പോയപ്പം മാറ്റങ്ങളുണ്ടോ അറബിയൊക്കെ അറിഞ്ഞപ്പോൾ? കുറച്ചും കൂടി പറ്റുന്നുണ്ട് ചെയ്യാന്. ഞാന് മക്കളെ പഠിപ്പിക്കുന്നതിന്റെ ഇടയില് കുറച്ചൊക്കെ നോക്കും. അപ്പൊ കുറച്ചും കൂടിയും എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. മാഷാ അല്ലാ, മാഷാ അല്ലാ. ബാറക്കല്ലാ. നമ്മൾ ഇങ്ങനെയൊരു വൈവ പിന്നെ വെച്ചിട്ടുള്ളത് നമ്മൾ നടത്തിയ മൊഡ്യൂൾ 1 കഴിഞ്ഞ് അതിൻ്റെ പരീക്ഷ നടത്തിയപ്പോൾ ഒരേ സ്കോർ വന്ന കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരെ മാത്രം വിളിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു നമ്മളൊരു വൈവ നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 5 ചോദ്യങ്ങൾ നമ്മളെ പാഠപുസ്തകത്തിൽ നിന്നുള്ള അവിടെ പഠിച്ച അതേ ഭാഗത്തു നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വരിക. ഇൻഷാ അല്ലാ നമ്മൾ സലീം ഉസ്താദ് ഉണ്ട്. സലീം ഉസ്താദ് നമ്മുടെ കൂടെ ഉണ്ട്. സലീം ഉസ്താദ് ഇൻഷാ അല്ലാ ചോദിക്കും. ഓക്കെ. നമ്മൾ ഒരേ സ്കോർ വരികയാണെങ്കിൽ നമ്മൾ ഉത്തരം പറഞ്ഞ സമയം കൂടി പരിഗണിക്കും. അപ്പം പിന്നെ തെറ്റിക്കണ്ട, ആലോചിച്ചിട്ട് തന്നെ ഉത്തരം പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, നമ്മൾ ചോദ്യങ്ങളിലേക്ക് കടക്കാം അല്ലേ? ഓക്കെ ഓക്കെ നമ്മളെ യെസ്. ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യമാണ്. അറബി ഭാഷ പഠിച്ചാൽ അതിനേക്കാളൊക്കെ ഉപരിയായി നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ഖുർആനിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, ഹദീത്ത്, അതുപോലെ നമ്മുടെ നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ, അതിൻ്റെയൊക്കെ അർത്ഥം ശരിയായ രൂപത്തിൽ ഒരു പരിഭാഷയുടെ സഹായമില്ലാതെ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ ഈ രൂപത്തിലൂടെ സെലക്ട് ചെയ്യാനുണ്ടായ കാരണം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചില ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ഭാഷാപരമായി എത്രത്തോളം നമുക്ക് സെൻറ്റൻസുകളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ചോദ്യത്തിലൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഏതായിരുന്നാലും എളുപ്പം ഉള്ള ഒരു ഭാഷയാണ് അറബി. ചെറിയ എളുപ്പമുള്ള ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം അല്ലേ? അതെ അതെ. അതെ. അപ്പോൾ എളുപ്പം എന്നുള്ളതിനുള്ള അറബിക് വേർഡ് എന്താണ്? സഹലത്ത്. സഹ്ലത്ത് എന്നാണ് അറബിക് വേർഡ്. മാഷാ അല്ലാ. ഓക്കെ, മാഷാ അപ്പോൾ അല്ലാ. ആദ്യത്തെ ഉത്തരം നിങ്ങൾ ഭംഗിയായി എളുപ്പത്തിൽ പറഞ്ഞു. എളുപ്പത്തിൽ തന്നെ നിങ്ങൾ മാഷാ അല്ലാ. പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അൽഹംദുലില്ലാ. ശരി, നമുക്ക് നാളടുത്തതിലേക്ക് പോകാം. എനിക്കൊരു സഹോദരനുണ്ട്, അവൻ്റെ പേര് ഹംസ എന്നാകുന്നു. അത് അറബിയിൽ പറയണം. എനിക്ക് ഒരു സഹോദരനുണ്ട്, അവൻ്റെ പേര് ഹംസ എന്നാകുന്നു. അപ്പോൾ ഹർക്കത്ത് കറക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ പറയാം. ഓക്കെ, പറഞ്ഞോളൂ. ഇസ്മു ഇസ് ഇസ്മു അഖി ഹംസത്ത്. ആ ഇസ്മു അഖി ഹംസത്ത്. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞ ചോദ്യം ഒന്നും കൂടെ പറയാം. എനിക്കൊരു സഹോദരനുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് എൻ്റെ സഹോദരൻ്റെ പേര് ഹംസ എന്നാകുന്നു എന്നാണ്. ഉം. നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ ഓപ്ഷൻ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? ഈ ചോദ്യം ചോദിക്കാൻ കാരണം ഇതേപോലെ ധാരാളമായി പ്രയോഗങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. എനിക്കുണ്ട് എന്നൊക്കെ പറയാൻ. ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ നമ്മളത് പറയും, എനിക്കുണ്ട്. ഇപ്പോൾ അറബിയിലും എനിക്കൊരു സഹോദരനുണ്ട് എന്നെങ്ങനെ പറയാം? അതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്. ലി ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ലി അഖി. ആ ലി എ- കിട്ടുന്നില്ല. എനിക്കൊരു സഹോദരനുണ്ട് എന്നാണ് അപ്പോൾ ചോദ്യം. എനിക്ക് എൻ്റെ സഹോദരൻ അല്ലേ? ആ എനിക്കൊരു കിട്ടുന്നില്ല. സഹോദരനുണ്ട്.
കിട്ടുന്നില്ല. ലി അഹി എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരനുണ്ട് എന്നാണ്. ഏതായാലും ടീച്ചർ ശ്രദ്ധിക്കുക, നിങ്ങളൊരു ടീച്ചറാണ്, മാഷാ അല്ലാ. ലീ അഹുൻ എന്നാണ് പറയാ. ലീ അഹുൻ വാഹിദുനിസ്മുഹു ഹംസത്തു. ഇതേപോലെ ഒരു പ്രയോഗം തന്നെ ടെക്സ്റ്റിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചത്. ഓക്കെ, ഇൻഷാ ഓക്കെ, അല്ലാ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം മൂന്നാമത്തെ ഇൻഷാ അല്ലാ. ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. വേറെയും കുറച്ച് ആളുകൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു ലളിതമായൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഇത് അധ്യാപകൻ്റെ പേനയാകുന്നു. ഉം. ഇത് അധ്യാപകൻ്റെ പേനയാകുന്നു. ഒന്ന് പറഞ്ഞേ. ഹാദാ ആ ഖലമുൻ മുദരിസ് മുദരിസുൻ ഹാദ മുദരിസിൻ. ഹാദാ മുദരിസിൻ. ഖലം. ആ. ആ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പറയില്ലേ? ഒന്നുകൂടെ ഒന്നുകൂടി ഒന്നുകൂടെ ആലോചിച്ച് പറഞ്ഞോളൂ. വാക്കുകളൊക്കെ ഓക്കെയാണ്. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് സെൻറ്റൻസ് പഠിച്ചത് പ്രകാരം ഒന്ന് ആലോചിച്ച് പറഞ്ഞാൽ മതി. ഹാദാ ഖലമു മുദരിസി. ഉം. അവിടെ അവിടെയും ചെറിയൊരു വിഷയം വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും സന്തോഷമുണ്ട് ഹാദൽ കേട്ടോ. ആ അത്യാവശ്യം അല്ലേ, ആ നമ്മൾ എ- കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് പറഞ്ഞപ്പോൾ ഒന്നുകൂടി എങ്ങനെ കറക്റ്റ് ചെയ്യുമ്പോഴും അർത്ഥങ്ങൾ ഇങ്ങനെ മാറും. ഇപ്പം നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ തോന്നുന്നത് ഹാദൽ കലമു എന്നാണ്. അപ്പോൾ അവിടെ എന്തായി? ഈ പേന എന്നായി. അപ്പോൾ ഹാദാ. നമുക്ക് പറയാം ഇതിൻ്റെ ഉത്തരം ഹാദ കലമുൽ മുദരിസി എന്നാണ് പറയാം. ഹാദ കലമുൽ മുദരിസി എന്നാണ് പറയാം. പക്ഷെ ഒരു ഇത് പറയുന്നത് വെച്ചാൽ നിങ്ങളിങ്ങനെ സെൻറ്റൻസുകൾ വാക്കുകൾ കൂട്ടി ഘടിപ്പിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശ്രമം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഈ ഒരു രംഗത്തുണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നാലാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. നാലാമത്തെ ചോദ്യം, രുചികരമായത് എന്നതിൻ്റെ അറബിക് പദം എന്താണ്? ലദീദ്. മാഷാ മാഷാ അല്ലാ, വളരെ പെട്ടെന്ന് ഗുഡ്. ആ അതൊക്കെ നല്ല പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ മാഷാ അല്ലാ, ഓക്കെ. വാക്കർത്ഥങ്ങളൊക്കെ. ലദീദ് അല്ലേ? യെസ്, ടേസ്റ്റ്. ജമീൽ. ഓക്കെ, ഇൻഷാ അല്ലാ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ? ഒറ്റ ചോദ്യം കൂടെ നമുക്ക് പറയാം. ഈ നീളമുള്ള കുട്ടി ആരാണ്? ഈ നീളമുള്ള കുട്ടി ആരാണ്? ആരാണ് ഈ നീളമുള്ള കുട്ടി? ഒന്ന് പറഞ്ഞു നോക്കി. എല്ലാ വാക്കുകളും അതിൽ കിട്ടും. മൻ ഹാദാ. ഐവ, മാഷാ അല്ലാ. ആ ഉം. മൻ ഹാദാ വലതുൻ ത്വബീലുൻ. ആ അവിടെയും ചെറിയൊരു കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എനിക്ക് എല്ലാ വാക്കുകളും വന്നു അല്ലേ? എല്ലാ വാക്കുകളും ചോദിക്കേണ്ടതായ ശരിയാണ്. വാക്കുകളൊക്കെ വന്നിട്ടുണ്ട്. മൻ ഹാദൽ വലതു ത്വവീലു എന്നാണ്. മൻ ഹാദൽ വലതു ത്വവീലു. അല്ല, ഒരു ചെറിയൊരു ആ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതെ അതെ നമ്മൾ മുക്കാലും ശരിയാന്ന് വേണം പറയാം. ശരിയായിട്ട്. പക്ഷെ പറഞ്ഞ വാക്കിനനുസരിച്ചുള്ള മൻഹാദൽ അൽ എന്നുള്ളതിൻ്റെ ഒരു ആ ഒരു പ്രയോഗം മാത്രമാണ്, അലിഫ്ലാമിന്റെ ഒരു വിഷയം. കുറവ് മാത്രമാണ് വന്നത്. അലിഫ്ലാമിൻ്റെ വിഷയമാണ് വന്നിട്ടുള്ളത്. ഏതായാലും മാഷാ അല്ലാ 5 ചോദ്യങ്ങൾക്കും അതെ അതെ വളരെ തൃപ്തികരമായ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. 1-2 വിഷയങ്ങൾ കൂടുതൽ അതെ അതെ. ശ്രദ്ധിച്ചാൽ ഒന്ന്. നിരാശപ്പെടേണ്ട അതെ ആവശ്യമില്ല. അതെ അതെ അതെ. കാരണം വെച്ചാൽ ഉം. ഇത് ഫുൾ ഉയർന്ന അഥവാ ഒരേ ലെവലിലുള്ള ഉയർന്ന മാർക്ക് വാങ്ങിയ ആളുകളിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ട ആളാണ്. അതെ അതെ അതെ. അപ്പം അതുകൊണ്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ മാഷാ അല്ലാ പഠനം സ്വാഭാവികമായും തുടരുക. വിജയിച്ചിട്ടുണ്ട്. ഓൾറെഡി ഒരു ജോലിയുണ്ട്, അതിൻ്റെ അതെ കൂടെയാണ് പഠനം നടത്തുന്നത്. മാഷാ അല്ലാ വലിയ മാതൃകയാണ്. ഇൻഷാ അല്ലാ നമ്മൾ അടുത്ത ആളുകളിലേക്ക് പോവാണ്. ബറക്കല്ലാഹു ഫീക്കും. ഇൻഷാ അല്ലാ പുതിയ മൊഡ്യൂൾ തുടങ്ങുന്നതനുസരിച്ച് ഇൻഷാ അല്ലാ വിവരങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അഹ്സനല്ലാഹു ഇലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പേര് പറഞ്ഞോളൂ. ഉം. അസിമ. അസിമ. ഓക്കെ, ഗുഡ്. അസിമ, ഇപ്പം നമ്മുടെ അറബി ഭാഷാ പഠന കോഴ്സിൻ്റെ ഭാഗമായി നമ്മൾ നടത്തിയ പരീക്ഷയിൽ ഉന്നത മാർക്ക് വാങ്ങിയ ഒരുപാട് ആളുകൾ, ഒരേ മാർക്ക് വാങ്ങിയ ഒരുപാട് ആളുകൾ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു വൈവ നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അസിമ സിസ്റ്റർ, അസിമ എവിടെയാണ് നാട്? തിരൂരിലാണ്. മലപ്പുറം ജില്ലയിലെ തിരൂരിൽ പറവണ്ണ. ഓക്കെ 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 ഓക്കെ, മാഷാ അല്ലാ. എങ്ങനെയാണ് കോഴ്സ് കാര്യങ്ങളൊക്കെ? പഠനം, ജോലി ഉണ്ടോ അതോ വീട്ടിൽ തന്നെയാണോ? ജോലിയില്ല. ജോലിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ.
അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരേ മാർക്ക് വന്ന ആളുകളിൽ നിന്നും വിജയികളെ കണ്ടെത്താനുള്ള ഒരു വൈവ നമ്മൾ പുതിയൊരു ഘട്ടം ഇതിലേക്ക് വെച്ചതാണ്. അപ്പോൾ അതിൽ നമ്മളൊരു പാഠഭാഗത്ത് നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്ന് ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്നും കുറച്ച് അല്പ ചോദ്യങ്ങൾ, ഒരു 5 ചോദ്യങ്ങൾ വളരെ ചെറിയ പിന്നെ എളുപ്പമുള്ളതും എന്നാൽ കുറച്ചൊന്ന് നമുക്ക് മാർക്ക് കിട്ടുന്നതിനനുസരിച്ച് പിന്നെ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് ചില ക്വസ്റ്റ്യന് കുറച്ചൊന്ന് അല്പം ചിന്തിച്ച് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു 5 ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു പിന്നെ വൈവയിൽ നമ്മൾ ചോദിക്കും. ഇൻഷാല്ലാ സലീം സുലൈമി ഉസ്താദ് നമ്മുടെ കൂടെ ഉണ്ട്. ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാവുന്നു അല്ലേ? ഇൻഷാല്ലാ. ഇൻഷാല്ലാ. ഏതായിരുന്നാലും അള്ളാഹു നിങ്ങൾക്ക് ഭാഷാ പഠനം എളുപ്പമാക്കിയിട്ടുണ്ട്, സൗകര്യപ്പെടുത്തി തന്നിട്ടുണ്ട്, ഉയർന്ന മാർക്ക് നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. സഹ്ല എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എളുപ്പം എന്നുള്ളതാണ്. അറബി ഭാഷാ പഠനം വളരെ എളുപ്പമാണ് എന്നതിന് ഉള്ള ഒരു പ്രയോഗം തന്നെ നമുക്ക് ടെക്സ്റ്റിലുണ്ട്. ഈ സഹ്ല എന്നതിൻ്റെ ലിദ് എന്താണ്? വിപരീത പദം എന്താണ്? സ്വഅബത്ത്. മാഷാ അല്ലാ, വെരി ഗുഡ്. അപ്പോൾ സ്വഅബത്ത് പ്രയാസം നിറഞ്ഞത്, ഡിഫിക്കൽറ്റി. അപ്പോൾ ആ ഒരു ആൻസർ നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിന് ഭംഗിയായി ഉത്തരം പറഞ്ഞു. അധികമൊന്നും സമയം എടുക്കാതെ പെട്ടെന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മാഷാ. ഞങ്ങളെ സമയം എടുക്കാതെ പ്രത്യേകം പറയാനുള്ള കാരണം നമ്മൾ ഒരേ മാർക്ക് വരുന്നതാണെങ്കിൽ നമ്മളെ സമയം കൂടി പരിഗണിക്കുന്നു ജസ്റ്റ് പറഞ്ഞതാണ്. ഇൻഷാല്ലാ അത് ടെൻഷനാക്കാൻ വേണ്ടി പറഞ്ഞല്ല. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ആൻസർ വളരെ വേഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അറിയാത്ത അല്ലെങ്കിൽ കുറച്ച് ആലോചിക്കണത് ആലോചിച്ച് പറയാൻ പറ്റും. ഇൻഷാല്ലാ തെറ്റില്ലാതെ പറയാം. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, അൽ ഖലമു ത്വാലിബി ജദീദത്തുൻ. അൽ ഖലമു ത്വാലിബി ജദീദത്തുൻ. ഈ വാചകത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം, അല്ലെങ്കിൽ പിന്നെ അത് ശരിയാണെന്ന് പറഞ്ഞാൽ മതി. അൽ ഖലമു ത്വാലിബത്തി ജദീദത്തുൻ. അൽ ഖലമു ത്വാലിബത്തി ജദീദത്തുൻ. ഒന്നുകൂടി ഒന്നും കൂടെ നിങ്ങൾ ഒരു പിന്നെ പറഞ്ഞോളൂ. ഒന്നും കൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം. ഓക്കെ. അൽ ഖലമു തോലിബത്തി. ഞാൻ പറഞ്ഞത് അൽ ഖലമു തോലിബി ജദീദത്തുൻ എന്നതാണ്. നിങ്ങൾ പറഞ്ഞത് അൽ അൽ ഖലമു ത്വാലിബത്തു. അൽ ഖലമു തോലിബത്തു. ആ പറഞ്ഞോളൂ. നേരത്തെ സാറ് പറഞ്ഞ പോലെ സമയം മാർക്കിനെ എന്ത് ചെയ്യും? നമ്മൾ മാർക്കിടുമ്പോൾ പരിഗണിക്കുകയും പരിഗണിക്കാതിരിക്കുകയും ചെയ്യും. ഓക്കെ ഇൻഷാല്ലാ നമ്മൾ പിന്നെ അല്ലേ കലമു ത്വാലിബ് നമ്മൾ പഠിച്ച പാഠഭാഗത്തുള്ള ചെറിയൊരു അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളതിൻ്റെ ഉത്തരത്തിൻ്റെ ആ മേഖലയിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ വേറെ എവിടെയോ ആണ് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ കലമു തോലിബി എന്നേ പറയുള്ളൂ. അൽ കലമു തോലിബി എന്ന് പറയില്ല. വിദ്യാർത്ഥിയുടെ പേന എന്ന് പറയണമെങ്കിൽ കലമു തോലിബി ജദീദുൻ. അത് പറഞ്ഞ പോലെ ഓർമ്മ വന്നിട്ടുണ്ട് പഠിച്ചത്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? എത്ര ചോദ്യമായി? 2 ചോദ്യം. മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ നിങ്ങൾ പിന്നെ നിരാശപ്പെടുന്നും വേണ്ട. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ് ഈ ആൻസർ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. ഫാത്തിമ സ്കൂളിലേക്ക് പോയി അധ്യാപകൻ്റെ മുന്നിൽ ഇരുന്നു. അതൊന്ന് അറബിയാക്കി. ഫാത്തിമ സ്കൂളിലേക്ക് പോവുകയും അധ്യാപകൻ്റെ മുന്നിൽ ഇരിക്കുകയും ചെയ്തു. ذهبت فاطمة إلى المدرسة وجلست أمام الأستاذة. ഉസ്താദത്തി അല്ലെങ്കിൽ അവിടെ ഉസ്താദ എന്നാണോ വേണ്ടത്, ഉസ്താദി എന്നാണോ വേണ്ടത്, ഉസ്താദു എന്നാണോ വേണ്ടത്? അധ്യാപകൻ എന്നല്ലേ പറഞ്ഞത്? ഓക്കെ. അധ്യാപകന്റെ മുന്നിൽ ഇരുന്നു എന്നാണ്. അമാമൽ മുഅല്ലിം. അമാമൽ മുഅല്ലിമി. ഓക്കെ മാഷാല്ലാ. അപ്പോൾ നമ്മളെ കോഴ്സിൻ്റെ വലിയൊരു ഒരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതുപോലെയുള്ള
വാചകങ്ങൾ വളരെ വേഗത്തിൽ മാഷാല്ലാ വളരെ സിമ്പിളായി തന്നെ മിസ്റ്റേക്കുകളില്ലാതെ തന്നെ സെൻറ്റൻസ് രണ്ടും പറഞ്ഞിട്ടുണ്ട്. അത് അതെ. പൂർത്തിയാക്കി പറഞ്ഞു. മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. 3 ചോദ്യങ്ങൾ പൂർത്തിയായി. 4-മത്തേലേക്ക് കടക്കാം. 4-മത്തെ ചോദ്യം എന്ന് പറയുന്നത് ഉസാമ മടിയനായ വിദ്യാർത്ഥിയാകുന്നു എന്ന് അറബിയിൽ പറയണം. ഉസാമ മടിയനായ വിദ്യാർത്ഥിയാകുന്നു. ഉസാമത്തു ത്വാലിബുൻ കസ്ലാനു. മാഷാ മാഷാല്ലാ വെരി ഗുഡ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ കസ്ലാനു എന്ന് പറയണ്ടേ? കസ്ലാനുൻ എന്ന് പറയണ്ടേ? ഇവിടെ ഉസാമത്തുൻ എന്നൊക്കെ പറയണ്ടേ? ഇവിടെ മഖ്തൂമു അലിഫും വ നൂനും സായിദത്തൈനി. അപ്പൊ അവിടെ മംനൂ മിന സർഫ് വരുന്നതുകൊണ്ട് അങ്ങനെ പറയുക. ആ, ഓക്കെ ഓക്കെ ഓക്കെ, മാഷാ അല്ലാ. അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ളതിനുള്ള ഉത്തരവും നിങ്ങൾ ശരിക്കും പഠിച്ചു അതെ. വെച്ചിട്ടുണ്ട്. മാഷാല്ലാ ഓക്കെ. ബാറക്കല്ലാഹു ഫീക്കും. ബറക്കല്ലാഹു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റ ക്വസ്റ്റ്യനോട് ചോദിച്ചിട്ട് നമുക്ക് ഇൻഷാല്ലാ ആ, ഈ ഒരു ഓക്കെ. ഭാഗം. കമരിയായ അക്ഷരങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, കാണാതെ ക്രമത്തിലൊന്ന് പറഞ്ഞേ. അലിഫ്, ആ, ബാ, മാഷാ അല്ലാ. ഓക്കെ. ഗൈൻ, ആ, ഞാൻ ഹ, ക്രമത്തിൽ, ആ ക്രമത്തിലാണ് പറയേണ്ടത്. ഓക്കെ ഓക്കെ. ആ ജീം, ആ കാഫ്, ഉം, വാവ്, ഉം, ഖ, ഉം. ഫ, ഐൻ, ഖാഫ്, യാ, മീം, ഹ. മാഷാല്ലാ അക്ഷരങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളെ ഒരു ക്രമം. നമ്മൾ ആ ക്രമത്തിലായിരുന്നു ചോദിച്ചിരുന്നത്. ക്രമത്തിൽ പറയുകയാണെങ്കിൽ അത് ഞാനൊരു സെന്റൻസ് പഠിച്ചതായിരുന്നു. മാഷാല്ലാ. ആ സെന്റൻസിലൂടെ നിങ്ങൾ പറഞ്ഞതാണ്. അയ്യോ അയ്യോ മാഷാല്ലാ. അപ്പോൾ മാഷാ പഠിക്കാനുള്ള കോഡുകളൊക്കെ പഠിച്ചു വെക്കുന്നുണ്ട്. ആ, മാഷാല്ലാ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, 5 ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. വളരെ മികച്ച രൂപത്തിൽ തന്നെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാഷാല്ലാ. അപ്പോൾ പഠനം തുടരുക. നമ്മൾ പിന്നെ അറബി ഭാഷ പഠന കോഴ്സ് മൊഡ്യൂൾ 2 ഇൻഷാല്ലാ ഉടൻ തന്നെ ആരംഭിക്കും. അതിൻ്റെ വിവരങ്ങളും കാര്യങ്ങളും നിങ്ങൾ അറിയിക്കും. ഇൻഷാല്ലാ നമ്മൾ ഒരുപാട് ആളുകൾ ഇനിയും വെയിറ്റിങ്ങിലാണ്. നമ്മൾ അടുത്ത ആളിലേക്ക് പോകും ഇൻഷാല്ലാ. അപ്പോൾ സിസ്റ്റർ അസിമക്ക് ലീവ് ചെയ്യാം ഇൻഷാല്ലാ. ബാറക്കല്ലാഹു ഫീക്കും. ജസാക്കുമുല്ലാഹു ഖൈർ. ആമീൻ വയ്യാക്കും. അസ്സലാമു അലൈക്കും വലൈക്കും വറഹ്മത്തുള്ളാഹി. സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഓക്കെ ഓക്കെ. പേരെന്തായിരുന്നു? റഹീമ. റഹീമ എന്താണ് ചെയ്യുന്നത്? ഓക്കെ. നാട് എവിടെയായിരുന്നു? എൻ്റെ വീട് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്, എടപ്പാളിന് ഉള്ളിലോട്ട് കാഞ്ഞിരങ്ങാണ്. ഓക്കെ ഓക്കെ. വീഡിയോ ഒന്ന് ഓൺ ചെയ്യാൻ പറ്റുമോ? നമ്മൾ ജസ്റ്റ് ഒരു ടെസ്റ്റ്. നമ്മൾ ഇന്നത്തെ ഇങ്ങനെയൊരു വൈവ വെച്ചതിൻ്റെ ഉദ്ദേശം നമ്മുടെ ഓൺലൈൻ നമ്മുടെ പഠന കോഴ്സ്, നമ്മുടെ അറബി ഭാഷ പഠന കോഴ്സിൽ പരീക്ഷ എഴുതി ഒരേ മാർക്ക് വാങ്ങിയിട്ടുള്ള ആളുകളെ, അതിൽ നിന്നും വിജയികളെ കണ്ടെത്താനുള്ള ഒരു വൈവ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും നിങ്ങൾക്ക് സമയം തന്ന പോലെ ഓരോരുത്തർക്കും സമയം കൊടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കുറച്ച് സമയങ്ങൾ അധികം വെയിറ്റ് ചെയ്തിട്ടുണ്ടാകും, സോറി പറയാണ്. ഇൻഷാല്ലാ നമ്മൾ പിന്നെ 5 ചോദ്യങ്ങൾ നമ്മളെ മൊഡ്യൂളിൽ നിന്നും നമ്മൾ പഠിച്ച പാഠഭാഗത്തു നിന്നും 5 ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. സലീം സുലൈം ഉസ്താദ് നമ്മളെ കൂടെ ഉണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ. നിങ്ങൾ പിന്നെ കോഴ്സിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത് അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാല്ലാ ഈ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. റേഡിയോ കേൾക്കാറുണ്ട്? ഓക്കെ ഓക്കെ. ആ ഓക്കെ ഓക്കെ. ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് പിന്നെ ചോദ്യങ്ങൾ 5 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ എളുപ്പമുള്ള ചോദ്യങ്ങളുണ്ട്, കുറച്ചൊന്ന് ചിന്ത കൊടുത്ത് ആലോചിച്ച് പറയേണ്ട ചോദ്യങ്ങളുണ്ട്. ഇൻഷാല്ലാ അതിലൊരു കാര്യം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ചോദ്യങ്ങളിൽ കടക്കാം. ഉത്തരം പറയുന്നതിൻ്റെ ഇപ്പോൾ ഒരേ സ്കോർ ഇനിയും ഇതിൽ നിന്നും ഇന്ന് നടത്തിയ വൈവയിൽ നിന്നും ഒരേ സ്കോർ വരികയാണെങ്കിൽ അവർ ഉത്തരം പറഞ്ഞതിൻ്റെ സമയം കൂടി നോക്കിയിട്ടായിരിക്കും നമ്മൾ വിജയികളെ പ്രഖ്യാപിക്കുക എന്നുള്ളൊരു കണ്ടീഷൻ കൂടി അവിടെ ഉണ്ട്. ഇൻഷാല്ലാ അപ്പോൾ ടെൻഷൻ അടിക്കാനല്ല, ആലോചിച്ച് റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് പറയാം, ഉത്തരം പറയാം. ഇൻഷാല്ലാ ചോദ്യത്തിലേക്ക് കടക്കാം. ഇൻഷാല്ലാ. ബിസ്മില്ലാ. നിങ്ങൾ മദ്രസയിലൊക്കെ അറബി പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഞാൻ ആകെ 6ാം ക്ലാസ്സാ പഠിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഓൺലൈനായിട്ട് നോക്കാന്നല്ലാതെ ആ, കൂടുതൽ അറിവ് ഇങ്ങനെ കിട്ടിയ അറിവ് മാത്രമേ ഉള്ളൂ. ഓക്കെ. സ്കൂളിൽ സെക്കൻഡ് ലാംഗ്വേജ് അറബി ആയിരുന്നോ? എല്ലാം മലയാളം
PG കഴിഞ്ഞ ആളാണ്, പക്ഷെ മലയാളമാണ്. അറബി 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ആ പിന്നെ ഇങ്ങനെ പഠിച്ചിട്ടുള്ള വിവരം മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ അറബി ഭാഷാ പഠനം എളുപ്പമാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇപ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് പഠിച്ചപ്പോൾ ചോദ്യത്തിലേക്ക് എളുപ്പം. പോകാം. ആ, എളുപ്പം എന്നുള്ളതിനുള്ള അറബിക് പദം എന്താണ്? എളുപ്പം. സഹലത്തുൻ. ആ, മാഷാ സഹലത്തുൻ. മാഷാ അല്ലാ. ബറക്കല്ലാഹു ഫീക്കും. ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞിട്ടോ, വളരെ എളുപ്പത്തിലാണ് നമ്മൾ പോണത്. മാഷാ അല്ലാ. രണ്ടാമത്തെ അല്ലേ? രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. ഫാത്തിമ സ്കൂളിലേക്ക് പോയി അധ്യാപകൻ്റെ മുന്നിൽ ഇരുന്നു. ഇതൊന്ന് അറബി സെൻറ്റൻസ് ആക്കി മാറ്റി. ذهب فاطمة إلى المدرسة. ആ جلست ആ വാ أمام المدرس. ആ ആ ഒന്നും കൂടെ ആൻസർ ഒന്നും കൂടെ പറഞ്ഞു നിങ്ങൾ. ഏതക്ഷരാണ്? ആൻസർ ഒന്നും കൂടെ പറഞ്ഞോളി. ഫാത്തിമ മദ്രസയിലേക്ക് പോയി അധ്യാപകൻ്റെ മുന്നിലിരുന്നു. ആ ذهب فاطمة إلى المدرسة. ആ جلست أمام المدرس. ഓക്കെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ പിന്നെ സെൻറ്റൻസ് നിങ്ങൾക്ക് വലിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കാനൊക്കെ അൽഹംദുലില്ലാ കഴിയുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അവിടെ ദഹബത്ത് ഫാത്തിമത്തു എന്നാണ് പറയേണ്ടത് അല്ലേ? ഫാത്തിമ. ആ അപ്പോൾ അതുപോലെ തന്നെ ജലസത്ത്, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഒരു സെൻറ്റൻസ് മേക്കിങ്ങിലേക്ക് വന്നപ്പോൾ നിങ്ങൾ വിട്ടുപോയതാണ്. പക്ഷേ ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ഇത്. അറബ് ആദ്യമായിട്ടാണ്. മാഷാ അല്ലാ. അത്രയും ഒട്ടും വലിയ സെന്റൻസ്. നിരാശപ്പെടണ്ട. നിങ്ങൾ അതെ, അടുത്ത മൊഡ്യൂളൊക്കെ ശരിക്കും നിങ്ങൾ കേട്ട് പഠിച്ച് മുന്നോട്ട് പോകണം. കാരണം ഈ ഒരു ലെവലിലേക്ക് നിങ്ങളെ ചിന്തിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ആ ചോദ്യം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തത്, ലക്ഷ്യമാക്കിയത്. നമുക്കങ്ങനെ മലയാള സെൻറ്റൻസുകൾ അറബിയാക്കാനും അറബിയിലുള്ള പിന്നെ പ്രസംഗങ്ങൾ അതിൻ്റെ ആശയം ഗ്രഹിക്കാനൊക്കെ നിങ്ങൾക്ക് എന്തായിരുന്നാലും പറ്റും. ഇൻഷാ അല്ലാ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? യെസ് ഇൻഷാ അല്ലാ. മൂന്നാമത്തേത്, ഞാനൊരു അറബിക് സെൻറ്റൻസ് പറയാം. അത് ശരിയാണെങ്കിൽ ശരിയെന്ന് പറഞ്ഞാൽ മതി, തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. അൽ ഖലമു ത്വാലിബി ജദീദത്തുൻ. അൽ ഖലമു ത്വാലിബി ജദീദത്തുൻ. തെറ്റാണ്. القلم الطالب جديد. പറഞ്ഞോളൂ, റിലാക്സ് ആയി പറയാ. القلم الطالب جديد. ആ, അൽ ഖലമു ത്വാലിബി جديد. ഒന്നുകൂടി ആലോചിക്കണോ? അല്ല, നിങ്ങൾ പറയുന്നുണ്ടല്ലോ, കേൾക്കുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞോളൂ. القلم الطالب جديد. ജദീദുൻ മാറ്റിയിട്ട്. جديد എന്ന് പറഞ്ഞാൽ ലൈക്കായത്. ആ ആൻസർ നിങ്ങളൊന്നും കൂടെ പറയോ? ഓർഡർ തെറ്റിട്ടാണോ എന്ന് പറയുന്നത്? അൽ ഖലമു ത്വാലിബി ജദീദത്തുൻ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. قلم الطالب جديد. ഓക്കെ ഓക്കെ, മാഷാ അല്ലാ, കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. ഖലമു ത്വാലിബി ജദീദുൻ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഓക്കെ, ആ ഉത്തരം ശരിയാണ്, അൽഹംദുലില്ലാ. നാലാമത്തെ ചോദ്യം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ദഹബ എന്ന ഒരു വാക്കുണ്ട്. അതുപോലെ തന്നെ അദ്ദഹബു എന്ന ഒരു വാക്കും ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുണ്ട്. ഇവ രണ്ടിൻ്റെയും വ്യത്യാസം എന്താണ്? ഇസ്ലാം വന്നപ്പോ ആ. ദഹബ എന്ന് പറഞ്ഞാൽ പോയി എന്നുള്ള അർത്ഥത്തിലുള്ളതാണോ? ആ, ദഹബ പോയി എന്ന അർത്ഥത്തിലാണ്. ഓക്കെ, അദ്ദഹബു എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനിറ്റ് ആയിട്ട് പറയുക. ഇസ്ലാം ചേർത്തിയപ്പോ അദ്ദഹബു എന്ന് പറഞ്ഞാൽ മീനിങ് ആണോ? അതിന്റെ മീനിങ് അറിയോ? അത് ഉസ്താദ് പഠിപ്പിച്ചിട്ടുണ്ടോ? അദ്ദഹബു മീനിങ് അങ്ങനെ ഒരു വ്യക്തമായി പറഞ്ഞിട്ടില്ല. പഠിച്ച മാത്രം പഠിച്ചിട്ടുള്ളൂ. അറബ് ഓക്കെ, മീനിങ് പഠിച്ചിട്ടില്ല അല്ലേ?
ഇല്ല, അറബിക്ക് വേറെ പഠിച്ചില്ല. അത് ദഹബ് എന്ന് പറഞ്ഞാൽ അതിൽ വന്നാൽ ഡെഫിനറ്റ് ആയിട്ട് ഉപയോഗിക്കാന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ ദഹബ് ഓക്കെ പോയി. ഓക്കെ ഓക്കെ അപ്പോൾ അലിഫ്ലാം ചേർക്കുമ്പോൾ അത് ഇസ്മ എന്നറിയാം, ദഹബ എന്നുള്ളത് ഫീലാന്നറിയാം. ഓക്കെ, അപ്പോൾ അദ്ദഹബു എന്നുള്ള പദം നമ്മൾ ശരിക്ക് ഹുറൂഫുൽ ഖമരിയ ശംസിയ പഠിപ്പിച്ച ഭാഗത്ത് വാക്കുകളുടെ കൂട്ടത്തിലുള്ളൊരു പദമാണ് അദ്ദഹബു, ദഹബുൻ അല്ലെങ്കിൽ അദ്ദഹബു. ഗോൾഡിന്റെ ഗോൾഡാണ്. ഒന്നും കൂടെ പറയാം, നിങ്ങൾ ലാസ്റ്റ് പറഞ്ഞത് മനസ്സിലായില്ല. സ്വർണം എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ആ മാഷാ മാഷാ അല്ലാ, അല്ലാ. മാഷാ അപ്പോൾ അർത്ഥം അല്ലാ. അറിയും. യെസ് യെസ് യെസ്, ബാറക്കല്ലാഹു ഫീക്കും. അദ്ദഹബു എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയും. ഓക്കെ ഓക്കെ, നമ്മൾ കേൾക്കുന്നിടത്ത് ചെറിയൊരു ഓഡിയോക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 4 ചോദ്യങ്ങൾക്ക് മാഷാ അല്ലാ ഭംഗിയായിട്ട് ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാണ്. ഓക്കെ, ഇൻഷാ അല്ലാ നമ്മൾ ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആമിന എവിടെയാകുന്നു? അവൾ കിച്ചണിലാണ്. അതൊന്ന് അറബിയാക്കി. അയിന ആമിനത്തു ഹിയ ഫിൽ മത്ബഹി. അയിന മാഷാ അല്ലാ. ആമിനത്തു ഹിയ ഫിൽ മത്ബഹി. മാഷാ അല്ലാ, ചോദ്യം ആൻസർ ശരിയാണ്. അപ്പോൾ ശരിക്ക് വീട്ടിലെ ഹൗസ് വൈഫാണെന്നാണ് പറഞ്ഞത്. വീട്ടിലാണ് ജോലി കാര്യങ്ങൾ. അപ്പോൾ സമയം കൊടുത്ത് പഠനം എടുത്ത്, അപ്പോൾ ഇപ്പോൾ ലാസ്റ്റത്തെ സെൻറ്റൻസും നേരത്തെ നമ്മൾ രണ്ടാമതായിട്ട് ചോദിച്ച ഫാത്തിമയുടെ ചോദ്യങ്ങളൊക്കെ ശരിക്കും വലിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കാനും അറബി കേട്ട് അറബി പറയാനും മലയാളം കേട്ട് അറബി പറയാനൊക്കെ മാഷാ അല്ലാ പഠിക്കാൻ കഴിയും എന്നതിൻ്റെ വലിയ ഉദാഹരണം തന്നെയാണ് നമുക്ക് ഇപ്പോൾ വന്ന് നമ്മുടെ കോഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിതാവ് റഹീമ എന്ന പഠിതാവ്. മാഷാ അല്ലാ മലപ്പുറം ജില്ലയിൽ നിന്നാണ് എന്നാണ് പറഞ്ഞത്. മാഷാ അല്ലാ. ഓക്കെ, നമ്മൾ 5 ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാ നമ്മൾ അടുത്ത മൊഡ്യൂൾ കാര്യങ്ങൾ അറിയിക്കും. ഇതിൻ്റെ വിജയികളെ ഇൻഷാ അല്ലാ ഇതിന് ശേഷം നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ലീവ് ചെയ്യാവുന്നതാണ്. ബറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹ് ഖൈർ.